കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ ചിരകാല പ്രതിഷ്ഠ നേടിയ വ്യക്തിയാണ് ഷാൻ റഹ്മാൻ. സ്വതസിദ്ധമായ ഗാനശൈലിയും സംഗീതം ചുട്ടപ്പെടുത്തലും ഇതിനൊക്കെ പുറമെ ആകാര സൗന്ദര്യവും കൊണ്ട് മലയാളിക്ക് ഇക്കാലവും ഗായകരുടെ നിലയിലേക്ക് ഉയരാൻ റഹ്മാനെ എളുപ്പം കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ചെറിയ പ്രായത്തിൽ പ്രശസ്തിയുടെ പരകോടിയിലെത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. തുടക്കം മുതൽ തന്നെ പ്രശസ്തിയുടെ ഉന്നതിയിലെത്തിയെങ്കിലും വിവാദങ്ങളിൽ ഒന്നും പെടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന റഹ്മാനെ തേടി ഇപ്പോൾ ഒരു വൻ വിവാദമാണ് എത്തിയിരിക്കുന്നത്. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്ത് കൊച്ചി പോലീസ്. കൊച്ചിയിൽ ജനുവരിയിൽ നടന്ന സംഗീത നിശ്ചയവുമായി ബന്ധപ്പെട്ട് ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ നൽകിയ പരാതിയിലാണ് കേസ്. മുൻകൂർ ജാമ്യം നേടി ജില്ലാ കോടതിയെ സമീപിച്ച ഷാൻ റഹ്മാനോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെ ഹാജരായിട്ടില്ല. ഷാൻ റഹ്മാന്റെ നേതൃത്വത്തിൽ എറ്റേണൽ റേ പ്രൊഡക്ഷൻസ് എന്ന മ്യൂസിക് ബാൻഡ് ജനുവരി 23-ന് കൊച്ചിയിൽ നടത്തിയ ഉയിരെ എന്ന പേരിലുള്ള സംഗീത നിശ്ചയവുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക തർക്കവും വഞ്ചനാ കേസും. ഉയിരെ സംഗീത നിശ്ചയയുടെ സംഘാടനം ഏറ്റെടുത്ത് കൊച്ചിയിലെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയായ അറോറയായിരുന്നു. പരിപാടിയുടെ പ്രൊഡക്ഷൻ, താമസം, ഭക്ഷണം, യാത്ര, പാർക്കിംഗ്, ഗ്രൗണ്ടിന്റെ പണം തുടങ്ങിയ എല്ലാം കൊടുത്തത് തുക വരെ അറോറ ചെലവിട്ടു. ആകെ 38 ലക്ഷം രൂപ ചെലവായെന്നും 5 പൈസ പോലും തിരികെ ലഭിച്ചില്ലെന്നുമാണ് അറോറ ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ നിച്ചു രാജിന്റെ പരാതി. പണം ചോദിച്ച് ഷാനിനെ ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ആരോപിച്ചതായും നിജു ആരോപിക്കുന്നു. സഹികെട്ട് പോലീസിനെ സമീപിക്കുകയായിരുന്നു അദ്ദേഹം. എറണാകുളം സൗത്ത് പോലീസ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തതോടെ ഷാൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജില്ലാ കോടതിയെ സമീപിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനാണ് കോടതിയുടെ നിർദ്ദേശം. പരിപാടിയുമായി ബന്ധപ്പെട്ട് നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയതിനും റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും ഷാനിനെതിരെ വേറെയും കേസുകളുണ്ട്. ജോണി ആന്റണി സംവിധാനം ചെയ്ത 2009-ൽ പുറത്തിറങ്ങിയ ഈ പട്ടണത്തിൽ ഭൂതം എന്ന ചലച്ചിത്രമാണ് ഷാൻ റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രം. സുഹൃത്തും പിന്നണി ഗായകനുമായ വിനീത് ശ്രീനിവാസനോടൊപ്പം 2008-ൽ ഷാൻ ചെയ്ത സംഗീത ആൽബത്തിനു ശേഷമാണ് ഈ പട്ടണത്തിൽ ഭൂതത്തിൽ സംഗീത സംവിധായകനാവാനുള്ള അവസരം ലഭിച്ചത്. 2010-ൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബിലെ ഗാനങ്ങൾക്കും സംഗീതം നൽകി വിനീത് ശ്രീനിവാസൻ തന്നെ സംവിധാനം ചെയ്ത 2012-ലെ തട്ടത്തിൻ മറയത്തിലും അദ്ദേഹം തന്നെ സംഗീത സംവിധാനം ചെയ്തു. തട്ടത്തിൻ മറയത്തിലെ ഗാനങ്ങൾ വളരെ വേഗം പ്രശസ്തമാവുകയാണ് ഉണ്ടായത്. ഈ ചലച്ചിത്രത്തിലെ മുത്തുച്ചിപ്പി പോലൊരു എന്ന ഗാനം തന്റെ ഇഷ്ടഗാനങ്ങളിൽ ഒന്നാണെന്ന് സംഗീത സംവിധായകനായ എം ജയചന്ദ്രൻ പോലും പറയുകയുണ്ടായി. 2014-ൽ തട്ടത്തിൻ മറയത്തിന്റെ തെലുഗു റീമേക്കായ സാഹിബ് സുബ്രഹ്മണ്യം എന്ന ചലച്ചിത്രത്തിലെ ഗാനങ്ങൾക്കും സംഗീതം നൽകി. ഷാൻ ഇത്തരക്കാരനായിരുന്നോ? ഇയാളെ കണ്ടാൽ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ, അയ്യോ എത്ര ആരാധിച്ചതാ, ഇങ്ങനെ കള്ളവും ചതിയുമുള്ള ആളാണെന്ന് അറിഞ്ഞിരുന്നില്ല, ആരുടെയും മുഖസൗന്ദര്യം കണ്ട് വിലയിരുത്താൻ പാടില്ല എന്നിങ്ങനെയുള്ള 100 കണക്കിന് കമന്റുകളാണ് ഷാനിനെ പറ്റിയുള്ള വിവാദ വാർത്തയ്ക്ക് താഴെ വന്നു നിറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനി കേസ് അന്വേഷണം മുന്നോട്ട് പോയാൽ മാത്രമേ അറിയാൻ കഴിയൂ.